Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കേരള സ്റ്റൈൽ പെപ്പർ ബീഫ് ഫ്രൈ. ഉണ്ടാക്കുന്നത് ഞാനല്ല, എൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ ബീഫ് കഴിക്കാത്ത ഒരാളാണ്, പക്ഷേ ചങ്കോട്ടൻ ഉണ്ടാക്കുന്ന ഈ ഒരു ബീഫിൻ്റെ ഡിഷ് ഞാൻ കഴിക്കാറുണ്ട്. അത് അത്രയ്ക്ക് അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാനായിട്ട് നമുക്ക് എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കാം. നമ്മളിന്നാക്കാൻ പോകുന്നത് കേരള സ്റ്റൈൽ പെപ്പർ ബീഫാണ്. ഇതെൻ്റെ അച്ഛൻ്റെ റെസിപ്പിയാണ്. കവിതയിന് മുമ്പേ പറഞ്ഞാണല്ലോ, അച്ഛൻ നല്ലൊരു കുക്കായിരുന്നു. ഈ സാധനം എന്നെക്കാട്ടിലും ഇഷ്ടം എൻ്റെ ഒരു കസിനാണ്, സൂരജ് എന്ന് പറയുന്ന കസിൻ. അവനെപ്പോഴും എൻ്റെ കൂടെ പണ്ടിവിടെ പഠിക്കുമ്പോൾ താമസിച്ചപ്പം അച്ഛൻ വെക്കേഷൻ എന്ന് പറയും, എടാ അച്ഛാ ഇന്ന് ബീഫാക്കി തരും, ആ പെപ്പർ ബീഫ്. അത് അച്ഛൻ ആ സമയത്ത് കൂടെ ആക്കുന്ന കണ്ടിട്ടാണ് ഞാനും ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഇതിൻ്റെ പ്രെപ്പ് ടൈം കുറച്ച് അധികമാണെങ്കിലും കുക്കിംഗ് ടൈം വളരെ കുറവാണ്. ഇറ്റ്സ് എ വെരി സിമ്പിൾ റെസിപ്പി, ഡെലിഷ്യസ് റെസിപ്പി. പ്രെപ്പ് ടൈം നമ്മളിത് ബീഫ് എത്രത്തോളം ചെറിയ പീസാക്കുന്നതനുസരിച്ച് കൂടും. അതാണ് ഏറ്റവും കൂടുതൽ ഇതിൽ സമയം എടുക്കുന്നൊരു കാര്യം. ഞാനിതിന് ഇവിടെ ഉപയോഗിക്കുന്നത് ഒന്നിക്കൽ സ്റ്റൂ മീറ്റ് അല്ലെങ്കിൽ ബീഫ് ചക്ക് ക്യൂബ്സ് ഫോർ സ്റ്റൂ. അപ്പോൾ അതെന്ത് വേണമെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ചെറിയ ക്യൂബ്സ് ആക്കി മുറിച്ചെടുക്കണം. ഇവിടെ നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ചെറിയ ചെറിയ പീസസാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇവിടെ ആക്കുമ്പം പ്രെപ്പ് ടൈം കുറച്ച് കൂടും. ആദ്യം നമുക്ക് ഈ മീറ്റ് മുറിച്ചെടുക്കാം. ഞാനിവിടെ 2 പൗണ്ട് ബീഫാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് മുറിച്ചെടുത്തിട്ട് ഐ വിൽ ഗോ ഫ്രം ദർ. നെക്സ്റ്റ് സ്റ്റെപ്സ് മുറിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ബീഫൊക്കെ മുറിച്ച് നമ്മളിപ്പം ഒരു പ്രഷർ കുക്കറിലാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞു 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഫസ്റ്റ് വൺ ഇസ് പ്രഷർ കുക്ക്, സെക്കൻഡ് വൺ ഇസ് with all the pepper and everything. ഇത് നമ്മൾ കുറച്ച് വെള്ളം, കഷ്ടി ഒരു 1/8 കപ്പ് വെള്ളം ഒഴിക്കും. അധികം വെള്ളം ഒഴിക്കേണ്ട, കാരണം ഈ ഡിഷ് കുറേ ഡ്രൈ ആണ്. മാത്രമല്ല കുക്ക് ചെയ്യുമ്പോൾ ബീഫിൽ തന്നെ കുറേ അതിൻ്റെ നീര് വരും. അതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ പോവാണ്. 2 വിസിലാണ് സ്വതവേ വെക്കാറ്. അതാകുമ്പോൾ കറക്റ്റ് പാകമായിരിക്കും കുക്കാവുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റുമ്പോൾ കുറച്ചും കൂടി കുക്കാവും. നിങ്ങൾക്ക് കുറച്ചും കൂടി ഓവർ കുക്ക്ഡായിട്ടാണ് ഇഷ്ടമെങ്കിൽ 3 വിസിലിന് വെക്കാം. നമ്മൾ ബീഫ് പ്രഷർ കുക്കറിൽ റെഡിയാവുന്ന നേരം നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഇവിടെ മുറിക്കാൻ പോവാണ്. പച്ചക്കറികളെന്ന് പറഞ്ഞാൽ 4 വലിയ ഉള്ളി, 6 പച്ചമുളക്. ഞാനിപ്പം 7 എടുത്തിട്ട് ഞാനിവിടെ എരിവ് എല്ലാവരും കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. നിങ്ങൾ 6 എടുത്താൽ മതി. ഈ 4 ഉള്ളി നമുക്ക് നല്ല തിൻ സ്ലൈസസ് ആയിട്ട് സ്ലൈസ് ചെയ്യാം. നമ്മൾ ഉള്ളി ഓൾമോസ്റ്റ് ചോപ്പ് ചെയ്ത് കഴിഞ്ഞു, സ്ലൈസ് ചെയ്ത് കഴിഞ്ഞു. നാല് വലിയ ഉള്ളി. ഇനി നമ്മുടെ പച്ചമുളക് അതിങ്ങനെ എടുത്ത് നടുവെ ചീന്താനാണ് പോകുന്നത്. ഇതായിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പം ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ട് അറിയാണ്ട് കടിച്ചു പോയി എന്നുള്ള പ്രശ്നമൊന്നുമില്ല. ഇതിന് സത്യത്തിൽ കുറച്ചും കൂടി ചെറിയ കത്തിയാണ് നല്ലത്. ഒന്നും കൂടി കഴുകേണ്ട മടിക്ക് വലിയ കത്തി എടുത്ത് മുറിക്കുക. പച്ചക്കറി ഇടുന്നതിനിടയ്ക്ക് നമ്മൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം, വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാവുമ്പം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഹീറ്റ് ചെയ്യുക. ഇവിടെ കുറച്ച് തണുപ്പും ഒക്കെ ആയതുകൊണ്ടാണ് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടി നിൽക്കുന്നത്. വിൻ്ററിലായ മരം പോലെ ഉണ്ടാവും. പിന്നെ കുറച്ച് നല്ലോണം സമയം എടുക്കും മെൽറ്റാവാൻ. എന്നിട്ട് എണ്ണ ചൂടാകുമ്പം നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാനൊരു വുഡ് ലെയറിലാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. സ്റ്റെർ ചെയ്ത് എക്സോസ്റ്റ് ഇടുന്നതായിരിക്കും നല്ലത്.
റെക്കോർഡിംഗ് നല്ല ഒച്ച കൂടുമെങ്കിലും അതൊരാവശ്യമാണ്. ഇത്രയും ഉള്ളി കുക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പിടുന്നു. 1.5 ടീസ്പൂണായി ഉപ്പ്. അതൊന്ന് കണക്ക് വെക്കുക. ആദ്യം ബീഫ് വേവിക്കുമ്പം 1/2 ടീസ്പൂണും ഇപ്പോൾ 1 ടീസ്പൂണും. അടച്ചു വെച്ചാൽ അതൊന്ന് മൂക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് നമ്മൾ പെപ്പർ റെഡിയാക്കാം. ഞാനിവിടെ ഫ്രഷ് പെപ്പർ കോണാണ് എടുക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂണാണ്. ഇങ്ങനത്തെ 2 ടേബിൾ സ്പൂൺ ആണ് എടുക്കാൻ പോകുന്നത്. ഞാനിത് ഇങ്ങനത്തെ ഒരു ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കും. 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ, അത് പൊടിക്കുന്നതിലിടയ്ക്ക് നമ്മൾ ഉള്ളിയുടെ വഴന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതിലേക്ക് ഇളക്കി കൊടുത്ത് നടു ചീന്തി വെച്ച പച്ചമുളക് അതിലേക്ക് ഇടുക. ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നല്ലോണം ഗ്രൈൻഡ് ചെയ്യുക. എനിക്ക് ഭയങ്കര പൗഡർ ആക്കുന്നത് ഇഷ്ടമല്ല. കുറച്ചൊരു ചെറിയ ചെറിയ പീസസ് ഉണ്ടെങ്കിൽ അത് നല്ലൊരു സ്വാദാണ് കഴിക്കുന്നിടക്ക് കടിക്കുമ്പോൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾറെഡി ഗ്രൈൻഡ് ചെയ്ത പെപ്പർ ഉപയോഗിക്കുക, ബ്ലാക്ക് പെപ്പർ. പക്ഷേ ഈ ഫ്രഷ് ഗ്രൗണ്ട് ആകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്, അതിൻ്റെ മണവും ടേസ്റ്റും. ആ ഫ്രഷ് 2 ടേബിൾ സ്പൂൺ ഉള്ളതിൽ ഞാൻ പകുതി ഇതിലേക്ക് ഇട്ടു. ഒന്ന് സ്റ്റെറിൻ ചെയ്തു. അതൊന്ന് ഉള്ളിലേക്ക് നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടി അവിടെ അടച്ചു വെച്ചു. നമുക്കിതിൽ 1 ടേബിൾ സ്പൂണും കൂടി പെപ്പർ നമ്മൾ ഇടും. അത് പക്ഷേ ലാസ്റ്റ് സ്റ്റേജിലാണ്. ഞാൻ നേരത്തെ അത് ഗ്രൈൻഡ് ചെയ്യാണ്ട് വെക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ഗ്രൈൻഡ് ചെയ്ത് വെക്കാം. എനിക്ക് ആ ഫ്രഷായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്ന് ആ പെപ്പർ ഇട്ട് അതിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രഷർ കുക്ക് ചെയ്ത് നമ്മുടെ ബീഫ് അതുകൊണ്ട് 1 തരി വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അതിലേക്ക്. അത് കുക്ക് ചെയ്ത് കഴിയുമ്പം അതിലേക്ക് ഇറങ്ങി വന്ന വെള്ളമാണ് ബീഫിൽ നിന്ന് വന്നത്. അതിൻ്റെ ആ ഫാറ്റും ജ്യൂസൊക്കെയാണ്. അത് നമ്മൾ അങ്ങനെ ആ ജ്യൂസ് അടക്കം അതിൽ നിന്ന് വെള്ളം അടക്കം ഇതിലേക്കിട്ടു. നല്ലോണം ഒന്ന് സ്റ്റർ ചെയ്തിട്ട് ബാക്കിയുള്ള പെപ്പർ ഒരു 5 മിനിറ്റ്സ് അവിടെ വെക്കുക. ഞാനിതിലേക്ക് ഇനി കുറച്ച് കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂണും കൂടി പെപ്പർ ഗ്രൈൻഡ് ചെയ്തിടും ഫിനിഷിങ് ടച്ചായിട്ട്. ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞു. ഇപ്പം ഞാനൊരു 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയല്ല, കുരുമുളക് പൊടിച്ചത് പൊടി ഇടുവാണ്. അത് കുറച്ചും കൂടി ഒരു ഫ്രഷ് പെപ്പറിൻ്റെ ടേസ്റ്റ് വരാനും കൂടിയാണ് ഈ അവസാനമായിട്ട് ഇടുന്നത്. അതിട്ട് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളിപ്പം 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ചും കൂടി ഉപ്പാവാൻ തോന്നി. അതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണും കൂടി ഉപ്പ് ഇടുന്നുണ്ട്. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് സ്വാദിനനുസരിച്ച് ഉപ്പിടുക. ഇപ്പം വേണ്ടത് നല്ലോണം വരണ്ട് വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 മുറിയിൽ, അതായത് ഓൾമോസ്റ്റ് ഒരു 1/4 കപ്പ് തേങ്ങ
കൊത്തിയത് തേങ്ങ ഇടുവാണ് ഞാൻ. അതിട്ടൊന്ന് മിക്സ് ചെയ്യുക. തേങ്ങ ഇട്ട് പിന്നെ അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അതിൻ്റെ ചൂടിൽ തന്നെ അടച്ചു വെക്കുമ്പോൾ കുക്ക് ആയിക്കോളും. പിന്നെ ഒരു 3 തണ്ട് കരിവേപ്പില. അതും ഇട്ടിളക്കി അടുപ്പ് ഓഫ് ചെയ്ത് അടച്ചു വെച്ചു. ദാറ്റ്സ് ഇറ്റ്. ഇനി എടുത്ത് സെർവ് ചെയ്യേണ്ട പണിയേ ഉള്ളൂ. നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയാണ്.